നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസും സിനിമാ താരങ്ങളും തമ്മിൽ എന്ത് ബന്ധം? അനസിന്റെ ഗൾഫിലെ പുതിയ ബിസിനസ് സംരംഭത്തിന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതോടെ പല സിനിമാ താരങ്ങളും വെട്ടിലായിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ വിശദീകരണവുമായി നടൻ വിനയ് ഫോർട്ട് രംഗത്തെത്തി. പെരുമ്പാവൂർ അനസിനെ അറിയില്ലെന്നും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ജാഗ്രത കുറവായി ഉണ്ടായി എന്നുമാണ് നടൻ വിനയ് ഫോർട്ടിന്റെ വിശദീകരണം. എനിക്കൊരു ബന്ധമില്ല. ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നൊന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്നിപ്പോ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷുറൻസില്ല ഞാൻ പോയത്. ലീഗൽ ഫേമിന് സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ഫേമാണ്. അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു പോയതാണ്. പിന്നെ അതിന്റെ ഞാൻ ഇതിന്റെ വേറെ വോട്ട്സ് അന്വേഷിച്ചില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിനെ എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല. ആരുടെ സ്ഥാപനം അന്വേഷിച്ചില്ല അല്ലെ? ഇല്ലില്ല. എന്നോട് ഒരു ലീഗൽ ഫേമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അത് മാത്രമല്ല ഈ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പണി കിട്ടിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫേം ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തിൽ മലയാളികളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക, എന്ത് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. ഒരിക്കലും ഇല്ല. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെറർ സ്ക്വാഡ് ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ATS ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ATSന്റെ നടപടി. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ATSന്റെ ലക്ഷ്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് രണ്ട് പുതിയ ഡെവലപ്മെന്റാണ് ഈ കേസിൽ ഇന്നുണ്ടായത്. ഒന്ന്, ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെറർ സ്ക്വാഡ് ATS ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം നടൻ വിനയ് ഫോർട്ടിന്റെ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ പുതിയൊരു ബിസിനസ് സംരംഭം നാസ്കോ ലീഗൽ എന്ന ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പല സിനിമാ താരങ്ങളും പങ്കെടുത്തിരുന്നു. അനസും സിനിമാ താരങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ചില ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് നടൻ വിനയ് ഫോർട്ട്. പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാമോ വിനയ് ഫോർട്ടിന്റെ ആ വിശദീകരണത്തെ? ടോം സൂചിപ്പിച്ചതുപോലെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് വിനയ് ഫോർട്ട് നമ്മളോട് ഷെയർ ചെയ്തതനുസരിച്ചിട്ട് വിനയ് ഫോർട്ടിനെ ഇതിൽ വിശ്വാസത്തിലെടുക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിനയ് ഫോർട്ട് അവിടെ പോയത് ഒരു സിനിമാ താരം എന്ന നിലയിലാണ്. അത്തരത്തിൽ ആ പ്രൊഫൈലുള്ള കുറേ ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തെ പ്രമുഖരായാലും സിനിമാ രംഗത്തെ പ്രമുഖരായാലും കലാരംഗത്തെ പ്രമുഖരായാലും അത്തരത്തിലുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ അനസ് പുറത്തുവിട്ട അവരുടെ ബിസിനസ് സംരംഭത്തിൻ്റെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. റീൽസിലൂടെയും മറ്റു വീഡിയോകളിലൂടെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനയ് ഫോർട്ടിനെ ഈ കാര്യത്തിൽ വിശ്വസിക്കാമെന്നാണ് മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നലാണുള്ളത്. അതേപോലെ നടി ശ്വേതാ മേനോൻ ഈ കാര്യത്തിൽ അവർ നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഒരു കുടുംബ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് അവരും ഇക്കാര്യത്തിലേക്ക് ഇതെന്ത് തരത്തിലുള്ള ആരുടേതാണ് അല്ലെങ്കിൽ അനസിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും
ഇവർക്കറിയത്തില്ല. ഇതൊരു ലീഗൽ ഫേം മാത്രമാണ്. ഇത് പ്രവാസികളെ അവരുടെ നിയമ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിയമകാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രവാസികളെ സഹായിക്കുന്ന ഒരു ലീഗൽ ഫേം ആണെന്ന് മാത്രമേ ഈ നടൻ വിനയ് ഫോർട്ടിന് അറിയാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അത് മാത്രമാണ് എന്നും അക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമായിരുന്നു. അത് എന്തായിരുന്നു, അല്ലെങ്കിൽ ആരുടെ സംരംഭമാണ്, അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമായിരുന്നുവെന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് തോന്നിയിരുന്നു എന്നാണ് വിനയ് ഫോർട്ട് നമ്മളോട് പറഞ്ഞത്. അതേപോലെ ശ്വേതാ മേനോന്റെ കുടുംബ സുഹൃത്തും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ശ്വേതാ മേനോനെ അറിയത്തില്ല, ഇതെന്താണ്, ഇത് ആരുടെ സംരംഭമാണ് എന്ന് അറിഞ്ഞുകൂടാ എന്നൊരു തരത്തിലുള്ള ഒരു കമന്റാണ് അവരുടെ ഭാഗത്തുനിന്നും, എന്നിട്ട് വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്നും വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഇവരുടെ വിശദീകരണം മുഖവിലേക്ക് എടുക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. പക്ഷെ അവിടെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ശ്വേതാ മേനോൻ, അതോടൊപ്പം മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ളവർക്ക് ഈ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിന്റെ പശ്ചാത്തലം അറിയില്ലായിരിക്കാം. പക്ഷെ അവിടെയാണ് ഷിയാസ് കരീമിന്റെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും അയൽവാസികളാണ്, വർഷങ്ങളുടെ ബന്ധമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ വിശദീകരണത്തില്, അഭിമുഖത്തില് ഷിയാസ് കരീം പറയുന്നത് തനിക്ക് പെരുമ്പാവൂർ അനസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. പക്ഷേ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്നും മറ്റ് പല ഇടപാടുകളും നടക്കുന്നുണ്ടെന്നും ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ ആജ്ഞ? ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നിലവിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ ആന്റി ടെറർ സ്ക്വാഡ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഷിയാസ് കരീമിന്റെ ബന്ധം, ഷിയാസ് കരീമിന്റെ മറ്റു ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അതെട്ടോ, ഷിയാസ് കരീമിനെ പറ്റി പറയുമ്പോൾ ഷിയാസ് കരീം അത്ര ഒരു ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു ലീഡിങ് ആക്ടർ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ള ആളൊന്നുമല്ല. പക്ഷെ സിനിമയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അയാൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില കേസുകൾ അയാളുടെ നേരെയുണ്ട്. നമുക്കും അറിയാം, നേരത്തെ ഒരു പീഡന കേസ് ഷിയാസ് കരീമിന്റെ പേരിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഈ വീഡിയോയിൽ ഷിയാസ് കരീം അനസുമായി വളരെ അടുത്ത് ഇടപഴകുന്നു, അവരുടെ അയൽക്കാരാണ്, ഇങ്ങനത്തെയുള്ള ഇൻഫർമേഷൻ നമുക്കും കിട്ടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാസ് കരീം പറയുന്നത് പച്ച നുണയാണ്, അല്ലെങ്കിൽ കള്ളം മാത്രമാണ് എന്ന തരത്തിലേക്ക് നമുക്കതിനെ കണക്കാക്കേണ്ടി വരും. കാരണം ഷിയാസ് കരീം ഈ ഒരു കേസിൽ, അല്ലെങ്കിൽ ഗുണ്ടാതലവൻ അനസുമായി, പെരുമ്പാവൂർ അനസുമായി ഷിയാസ് കരീമിനുള്ള ബന്ധം എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കൂടി ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വിരൽ ചൂണ്ടുന്നുണ്ട്. അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു വെളിപ്പെടുത്തൽ കൂടി ഔറംഗസേബ് ന്യൂസ് 18 നൽകിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഷിയാസ് കരീമിന്റെ ഇതിലെ ബന്ധവും, അതേസമയം വിനയ് ഫോർട്ടും മാളവിക മേനോനും ശ്വേതാ മേനോനും ആ ചടങ്ങിൽ പങ്കെടുത്തതും തമ്മിൽ എൻ്റയർലി ഡിഫറെൻറ്റ് സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. തീർച്ചയായും, കാരണം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അത് വ്യത്യസ്തമായ സാഹചര്യമാണ്. വിനയ് ഫോർട്ട് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. പല പ്രമുഖരും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. അതായത് സിനിമാ രംഗത്തുള്ളവർ മാത്രമല്ല, ദുബായിലെ പ്രവാസി വ്യവസായികൾ, മലയാളികളായിട്ടുള്ള പ്രവാസി വ്യവസായികൾ, മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പലരും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ളവരാണോ, അതോ ഇതേ രീതിയിൽ ഈ സിനിമാ താരങ്ങളെ ക്ഷണിച്ചതുപോലെ ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പങ്കെടുത്താണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഔറംഗസേബിനെ, ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെറർ സ്ക്വാഡ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആജ്ഞ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഔറംഗസേബിൽ നിന്നും ATS ചോദിച്ചറിയുക? പെരുമ്പാവൂർ അനസുമായുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാനാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഔറംഗസേബ് നമ്മളോട് പ്രതികരിച്ചത്. അതേസമയം നമ്മൾ അവിടെ ചെല്ലുകയും ഔറംഗസേബിനെ ചോദ്യം ചെയ്യലിന് എത്തിക്കുന്നത് വിവരം അറിഞ്ഞാൽ നമ്മൾ ATSന്റെ ഓഫീസിൽ ചെല്ലുകയും ATS
ഓഫീസിനകത്ത് ചെല്ലുമ്പോൾ അവർ ന്യൂസ് 18 വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസ് 18ന്റെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഏതൊക്കെ തരത്തിലെത്തിയിട്ടുണ്ട്, എന്താണ് നമ്മൾ പറയുന്നത് എന്ന് അലേർട്ടായിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ATS ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യം ആശാവഹമാണ്, എന്നുള്ള കാര്യം സ്വാഗതാർഹവുമാണ്. നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുമ്പോൾ നമ്മൾ നേരത്തെ കുറേ ദിവസമായി ഇതേ കാര്യം തന്നെ ഡിസ്കസ് ചെയ്തു വരുന്നു. കൊച്ചി വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. ആ ഒരു ധാരണയ്ക്ക് മേലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് ഔറംഗസേബ് ന്യൂസ് 18 ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അലേർട്ട് സ്ക്വാഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ടകളും റൗഡികളുമായ ആളുകളുടെ ഇപ്പം പുറത്തുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവരുടെ സാഹചര്യം എന്തൊക്കെയാണ്, അവരുടെ നിലവിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇനിയിപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ATS ആണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ ലിസ്റ്റ് പിടിച്ചിട്ടുള്ളത്. ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടാകാം, അല്ലെങ്കിൽ ലഹരിക്കടത്തുമായി അനുബന്ധിച്ചുള്ള കേസുകൾ ഉണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔറംഗസേബ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. പെരുമ്പാവൂർ അനസുമായി ഉള്ള അനസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനാണ്, കൂടുതൽ വിവരങ്ങൾ ചോദിക്കാനാണ് ATS ഇപ്പോൾ വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നതാണ് അനസും നമ്മളോട് പറഞ്ഞത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും നമുക്ക് അതീവ ഗൗരവതരമായി ഇത്തരം അതീവ ജാഗ്രതയോടെ ഈ ഒരു സാഹചര്യത്തെ മറ്റ് ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം സ്വാഗതാർഹമാണ്. വ്യക്തമാണ്. അതോടൊപ്പം ആജ്ഞ, നമുക്കറിയാം പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്ന്. ഒരുപക്ഷെ ഈ ഒരു വിഷയം നേരത്തെ പെരുമ്പാവൂർ അനസിന് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ആ പാസ്പോർട്ട് പിടിച്ചെടുത്തതാണ്. അതിന് പിന്നാലെയാണ് കർണാടകയിൽ നിന്നും വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് പാസ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ പാസ്പോർട്ടിലാണ് നിലവിൽ രാജ്യം വിട്ടിരിക്കുന്നത്. പെരുമ്പാവൂർ അനസിനെ പോലെ ഒരു കൊടും കുറ്റവാളി നാട് വിടാനുള്ള ഈ സാഹചര്യം ഒന്നും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞില്ല, പോലീസ് അറിഞ്ഞില്ല. പോലീസിന്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള പെരുമ്പാവൂർ അനസ് രാജ്യം വിട്ടത്, ദുബായിലേക്ക് കടന്നത് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ വീഴ്ചയാണ്. ഈ വിഷയത്തിലൊരു അടുത്ത നടപടികളിലേക്ക്, അതായത് ATSനപ്പുറം മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ദേശീയ അന്വേഷണ ഏജൻസികളുടെ അടക്കം ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ് ടോം. പാസ്പോർട്ട് പിടിച്ചു വെച്ച് സറണ്ടർ ചെയ്ത ഒരാളാണ് ഈ പെരുമ്പാവൂർ അനസ്. അതിനുശേഷം അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യമില്ല. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്, ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട് കർണാടകത്തിൽ നിന്നും ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി, വ്യാജ രേഖകൾ ഉണ്ടാക്കി, ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉണ്ടാക്കി, വ്യാജ പാസ്പോർട്ട് അവിടെ നിന്നും ഉണ്ടാക്കിയാണ് പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും അനസിനെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് വെച്ച ആൾ, അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു ഗുണ്ടാ തലവൻ, ഈ പറഞ്ഞത് ടോം സൂചിപ്പിച്ചതുപോലെ കൊടും കുറ്റവാളിയായ ഒരാൾ, നിരവധി കേസുകളിലെ പ്രതി, ഈ സ്വർണ്ണ പൊട്ടിക്കലും ലഹരി കടത്തും തുടങ്ങിയ അല്ലെങ്കിൽ കൊട്ടേഷൻ കേസുകൾ, ഇങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ, ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസിലെ കൂട്ടാളി കൂടിയാണ് ഈ പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഗുണ്ടാ തലവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പുറത്ത് എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാതെ അദ്ദേഹം വ്യാജ പാസ്പോർട്ടിലേക്ക് പുറത്തു പോയി. ആ രേഖകളൊക്കെ ന്യൂസ് 18 പുറത്തുവിട്ട ശേഷമാണ് ലോകം അറിയുന്നത്, ഈ അന്വേഷണ ഏജൻസികളൊക്കെ അറിയുന്നത്. അതേ തുടർന്നുണ്ടായ ഇമ്പാക്ട് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടുകയും നിലവിലുള്ള, അതായത് സറണ്ടർ ചെയ്തിരിക്കുന്ന പാസ്പോർട്ട്, ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒറിജിനൽ പാസ്പോർട്ട് റദ്ദ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്കാണ്, അത് അസാധുവാകാനുള്ള സാഹചര്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ആജ്ഞ, അതോടൊപ്പം
ഈ പെരുമ്പാവൂർ അനസിന്റെ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിനപ്പുറം ഔറംഗസേബ് ഗുണ്ടാ നേതാവ്, അതായത് പെരുമ്പാവൂർ അനസിന് 10 വർഷത്തോളം ഒപ്പം ഉണ്ടായിരുന്ന പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലേറെ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. അനസ് ഉൾപ്പെടുന്ന ഗുണ്ടാ തലവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ളവർ ഒത്താശ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിനും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾക്കും അനസിന്റെയും അതോടൊപ്പം കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കന്മാരുടെയും ഗുണ്ടാ തലവന്മാരുടെയും ഒക്കെ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നു. നിലവില് ഈ ഒരു ഔറംഗസേബ് പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയിട്ടാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഔറംഗസേബ് പറയുന്നുണ്ട്. ഏകദേശം 25 കോടിയിലധികം രൂപ പെരുമ്പാവൂർ, ആലുവ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് മാത്രം തട്ടിയെടുത്തെന്ന് പറയുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇതിനപ്പുറമുള്ള ഒരു തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും ഈ ATSന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 25 കോടിയോളം രൂപ ട്രേഡിംഗ് നടത്തി, അതിലൂടെ തട്ടിപ്പ് നടത്തി. ആ പണവും കൊണ്ടാണ് അനസ് ദുബായിലേക്ക് മുങ്ങിയതെന്നൊരു വെളിപ്പെടുത്തൽ ഔറംഗസേബ് നടത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ 25 കോടിയുടെ മാത്രം തട്ടിപ്പാണോ നടത്തിയെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. നിരവധി പരാതികൾ ഉണ്ടാകാം, പരാതികൾ വരാനുള്ള സാഹചര്യം ഉണ്ടാകാം. എന്തായാലും ഔറംഗസേബിന്റെ ആ വെളിപ്പെടുത്തൽ കൂടി ഇത്തരം സാഹചര്യങ്ങളുള്ളത്, പ്രത്യേകിച്ചും കൊച്ചിയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സ്വർണം പൊട്ടിക്കൽ പോലത്തെയുള്ള കേസുകൾ, അതുപോലെ തീവ്രവാദ ബന്ധം, അനസിന്റെ തീവ്രവാദ ബന്ധം, ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയായിരിക്കും ATS ഈ കേസിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന നമ്മളിപ്പോൾ സൂചിപ്പിച്ച ട്രേഡിംഗ് തട്ടിപ്പിൽ അത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ അനസിന്റെ സാമ്പത്തിക സോഴ്സ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള അന്വേഷണം ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി നയിച്ചേക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കൊച്ചിയിൽ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഔറംഗസേബ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ ഈ അധോലോകത്തിന്റെ ഉള്ളറകളിലേക്ക് കൂടി ഈ അന്വേഷണ ഏജൻസികൾക്ക് കടക്കേണ്ടി വരും. സിനിമാ ബന്ധങ്ങൾ, മറ്റ് രാഷ്ട്രീയ തലത്തിൽ ഇവർക്കുള്ള പങ്ക്, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. മാത്രമല്ല, ഏറെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു സിനിമാ താരങ്ങളുമായിട്ടുള്ള പെരുമ്പാവൂർ അനസിന്റെ ബന്ധം. നേരത്തെ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഈ പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പല സിനിമാ താരങ്ങളും പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ നടൻ വിനയ് ഫോർട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അനസിനെ തനിക്ക് അറിയില്ല, പക്ഷെ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഒരു ജാഗ്രത കുറവാണ് എന്ന് തന്നെയാണ് വിനയ് ഫോർട്ട് തുറന്ന് സമ്മതിക്കുന്നത്. സ്പോട്ട് ലൈവ് ഇനി